ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനിസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനിലെ അഡീഷണൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എലവൻസ് ഇങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന് കാറ്, അതുപോലെ തന്നെ രണ്ടാമത്തത് ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ മോട്ടോർ കാർ കോസ്റ്റിംഗ് ₹2 lakhs was purchased on 10th January 2024. It is used 40% for private purpose also, and 60% of use is related to the business during the financial year 23-24. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ 40% is for private purposes ആണ്. Then second one is plant and machinery written down value is given 3,75,000. Additions തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സെയിലും തന്നിട്ടുണ്ട്. എന്നിട്ട് അതിലായിരിക്കണം നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? റിട്ടൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറയാണ് കമ്പ്യൂട്ട് ദ ഡിപ്രീസിയേഷൻ അലവൻസ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2024-25. അപ്പോൾ ഫസ്റ്റ് യു റൈറ്റ് ദ ഹെഡിങ് computation of depreciation allowance for the assessment year 2024-25. First one is a motor car. Amount എന്ന് പറയുന്നത് 2 lakhs ആണ്. അപ്പോൾ റിട്ടൺ ഡൗൺ വാല്യൂ കോസ്റ്റിംഗ് ₹2 lakhs എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും? 2 lakhsന് അറ്റ് ദ റേറ്റ് ഓഫ് 15%. മോട്ടോർ കാറിന്റെ ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ 2 lakhsന്റെ 15% യു ഗെറ്റ് 30,000 less 40% is used for private purpose. ഈ ഡിപ്രീസിയേഷന്റെ 40% less 40% is used for private purpose. That means 30,000 into 40/100, that is 12,000. The depreciation on motor car is 18,000. Then second one is plant and machinery. Plant and machinery. Written down value എല്ലാം തന്നിട്ടുണ്ട്. Written down value on 1st April 2023 is 3,75,000. Add additions, that is 1,20,000. Total 4,95,000. From this deduct less sales means 3 lakhs. അങ്ങനെ ബാലൻസ് 1,95,000. ഇനി ഇതിലായിരിക്കണം നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1,20,000 ആണ് അഡീഷണൽ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോർമൽ ഡിപ്രീസിയേഷൻ on 1,20,000 at the rate of 7.5% is 9,000. അതുപോലെ തന്നെ അഡീഷണൽ ഡിപ്രീസിയേഷൻ on 1,20,000 at the rate of 10%.
that is 12,000. ഇനി റിമൈനിങ് ബാലൻസ് എത്രയായിരിക്കും? 75,000 into 15%, 15 by 100, that is 11,250. അങ്ങനെ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഈസ് is 50,250. Total depreciation is 50,250. ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ എലമെന്റ്സ് മോട്ടോർ കാറിന്റെയും അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെയും കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.